എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് സീസൺ 6 പുതിയ വീക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ജാസ്മിനെയും ഗബ്രിയെയും പൊളിച്ചടക്കിയ ലാലേട്ടൻ ഈ സ്ട്രാറ്റജിയുടെ പേര് എന്താണെന്നും അത് പബ്ലിക്കിനോടും പറയാനും പറഞ്ഞ് നിർത്തുന്നുണ്ട്. അന്നേരവും അവർ വ്യക്തമായ ഒരു ഉത്തരവും തരാതെ അത് തുടർന്നു പോവുകയായിരുന്നു. എന്നാൽ അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഗബ്രി, ജാസ്മിൻ എന്ന് പറഞ്ഞ് പ്രേമസീനുകൾ രാത്രി വെളുക്കോളം തുടരുന്നുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ പറഞ്ഞാലും ഇതൊക്കെ നിങ്ങളെല്ലാം തെറ്റിദ്ധരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും ഈ പരിപാടി തുടങ്ങുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അതിൻ്റെ കണ്ടിന്യൂസ് ചെയ്ത് മൈക്കിടാതെ ചെയ്യുന്നത് കണ്ട് ജിൻഡോ ഇടയ്ക്ക് കയറിയപ്പോൾ താൻ പോണോ എന്ന് ജിൻഡോയോട് പറയുന്നതും നീ വെട്ടിയെടുത്തോണ്ട് നിന്റെ വീട്ടിൽ പോയെന്ന് ജിൻഡോ പറയുന്നത് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാണ്. ഞാനെന്നാൽ ഇപ്പം പറയാൻ പോകുന്ന സംഭവം അതൊന്നുമല്ല. അത് കഴിഞ്ഞ് ജാസ്മിൻ വളരെ വലിയ ഷോ കാണിക്കുകയും താൻ കിറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിൽ പോവുകയും ഒക്കെ ചെയ്ത ശേഷം ഗബ്രിക്കും ബോധക്ഷയം സംഭവിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇന്ന് വൈകുന്നേരം ഇൻസ്റ്റായിൽ കണ്ട ഒരു പോസ്റ്റാണ് ഈ വീഡിയോ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. ഒട്ടുമിക്ക ചാനലുകളിലും ഈ സംഭവം ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് ഓൾറെഡി ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു എന്ന് ജാസ്മിൻ ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ വിവാഹം ഉറപ്പിച്ച ആളിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അഫ്സൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന പോസ്റ്റ് ഇപ്പോൾ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ജാസ്മിനുമായുള്ള തൻ്റെ എല്ലാ ബന്ധങ്ങളും ഇതോടുകൂടി നിർത്തുകയാണെന്നും ഇനിയും തന്നെ ഈ ബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് മീഡിയയ്ക്കിടയിലേക്ക് വലിച്ചിട്ടിരുന്നെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അഫ്സൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് ഞാൻ ഇതോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് കൊണ്ട് ജാസ്മിൻ ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. എന്തൊക്കെ പ്രേമനാടകങ്ങൾ കളിച്ചാലും സ്വന്തം ജീവിതം വെച്ച് കളിക്കരുതേ എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ജാസ്മിൻ എന്ന വ്യക്തിയെന്ന് ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സകല ചാനലുകളിലും ഇതേ ന്യൂസാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഇതോടൊപ്പം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. പുറത്ത് ഈ വിവരങ്ങളൊക്കെ പബ്ലിക്കിനോട് അഫ്സൽ പറയുമ്പോഴും അകത്ത് ഗബ്രി നീയും ഞാനും തമ്മിൽ ഇനിയും ഈസി ആയിട്ട് കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചേർന്ന് വീണ്ടും ഇതേ കൈകൊട്ടിക്കളി തുടരാനുള്ള പ്ലാനിലാണ് രണ്ടുപേരും. അപ്പം പിന്നെ അവരോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും ബിഗ് ബോസിനും തോന്നിക്കാണും. ബിഗ് ബോസ് ഇന്ന് ഉച്ചയ്ക്ക് അത് തന്നെയാണ് കാണിക്കുന്നതും കണ്ടത്. കാരണം ബിഗ് ബോസിന്റെ ഡോക്ടർ അവരെ മെന്റലി സ്ട്രെങ്ത് ആക്കി കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളത് കളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ട് കഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.